വെൽക്കം ടു ബുദ്ധ സേവ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ നല്ലൊരു ശാന്തസുന്ദരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലെ 4 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെന്റ് 800 ലിങ്സ് സ്ഥലത്ത് 2730 സ്ക്വയർ ഫീറ്റിലെ ഈ വിശാലമായ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കണ്ടംപററി ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും ലോങ് ഗ്ലാസ് വിൻഡോയും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. 5 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ഡെഡ് ചേർന്നാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിന് ഉള്ളത്. 5.8 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെ വരുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കവേർഡ് കാർപോർട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലാണുള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായി വളരെ ഭംഗിയായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ വരുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് വളരെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വർക്ക് ഏരിയ തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ വീടിന് കുടിവെള്ളത്തിനായി കോമൺ കിണറാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളും പെബിൾസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 6.5 അടിയിലേറെ നീളവും 5.5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായി നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിൻ്റെ തന്നെ കണ്ടിന്യൂഷനായി വരുന്ന സീലിംഗ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഈ ഒരു സിറ്റ് ഔട്ടിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഹാൻഡിലും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിലാണ് വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഈ ഒരു പാസേജിന് മുകളിലായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 16.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തിലേക്കും വെസ്റ്റിലേക്കും താഴത്തെ പോർഷനിൽ വലിയ 2 വിൻഡോകളും മുകളിലത്തെ പോർഷനിൽ വലിയ 2 ഗ്ലാസ് വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു പാർട്ടീഷനാണ് കാണുന്നത്. അത്യാവശ്യം ഡക്ക സ്പേസ് ഇതിൽ നൽകിയിട്ടുണ്ട്.
ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ടി വി യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിംഗ് വർക്കിൽ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഈ ഒരു വോളും ഗ്രേ കളർ പാനലിംഗ് ഒക്കെ ചെയ്ത് സിൽവർ ബീഡിംഗ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. രണ്ട് ഭാഗത്തും ഗ്ലാസ് ഡോറുകൾ നൽകിയിട്ടുണ്ട്. UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു വലിയ മിററിന് ചുറ്റും സ്ട്രിപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് V-ഗാർഡിന്റെ വയേഴ്സും V-ഗാർഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ക്രോക്കറി യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റും ഈ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുകളിലായി വളരെ മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിനോടൊപ്പം തന്നെ ഓവനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കബോർഡിന് മുകളിലായി അത്യാവശ്യം ഗ്ലാസ് വെന്റിലേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് ധാരാളമായി ഈ ഒരു കിച്ചണിന് നമുക്ക് ലഭിക്കുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് വലിയൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ്നി സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിന്റെ റാക്ക് സെറാമിക്സിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ്നി സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ജാഗ്വാറിന്റെ റാക്ക് സെറാമിക്സിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റോടും കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈൽ സ്റ്റെപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വലിയൊരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 18 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് വലിയൊരു UPVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്.
ഈ ബാൽക്കണിയിൽ നിന്ന് വിശാലമായ ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റിൻ്റെ താഴ്ഭാഗത്തും ഈ ഒരു സൈഡിലായിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 14 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്കും ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോയോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് ജാഗ്വാറിൻ്റെയും റാക്ക് സെറാമിക്സിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റോടും കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് വലിയൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെയും റാക്ക് സെറാമിക്സിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനെ നമുക്ക് ഒരു സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. 15 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. വിൻഡോകളെല്ലാം തന്നെ UPVC ഡോറ് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു യൂട്ടിലിറ്റി റൂമിനെ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 17.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.3 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9.3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കിഴക്കമ്പലത്തേക്ക് 1.9 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9.9 കിലോമീറ്റർ, കലൂരേക്ക് 19 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് 800 ലിങ്സ് സ്ഥലത്ത് 2730 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,28 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.